വിശ്വാസ സംരക്ഷകന്മാർ എന്നു മേനി നടിച്ചു നടക്കുന്ന കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാർക്ക് വിശ്വാസ സംരക്ഷണം എന്ന വാക്കിനോട് ലേശമെങ്കിലും പ്രതിബദ്ധതയുണ്ടായിരുന്നെങ്കിൽ മുൻ DGP ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ മുഖമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ ഖ്യാതി നേടിയ ആറ്റുകാൽ അമ്പലത്തെ ആൺകുട്ടികളുടെ ജയിലറ എന്നാണ് ഈ മഹതി മുമ്പ് DGP ആയിരുന്ന കാലയളവിൽ വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കുത്തിയോട്ടം വ്രതം അത് അവസാനിപ്പിക്കണം, അത് ബാലപീഡനമാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നയാൾ. ആദ്യം അത് പറഞ്ഞു, അത് വിവാദമാകുന്നു, ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ BJP-കാരടക്കമുള്ള ആളുകൾ ശ്രീലേഖയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ സമീപിക്കുമ്പോഴും ശ്രീലേഖ പറയുന്നു, ഇല്ല, ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല, ആറ്റുകാൽ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ജയിലറയാണ്, അവിടെ കൊടിയ പീഡനമാണ് നടക്കുന്നത് എന്ന്. കുത്തിയോട്ടത്തിൻ്റെ പേരിൽ ആൺകുട്ടികളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അവർക്ക് ശാരീരികമായി പോലും വേദനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട്. ഏതാചാരത്തിൻ്റെ പേരിലായാലും അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ. അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. BJP-യുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ജനാധിപത്യ വേദിയിലേക്ക് അവരെ ഇറക്കി വിടുമ്പോൾ ചുരുങ്ങിയ പക്ഷം അവരെ കൊണ്ട് ആറ്റുകാൽ അമ്പലം ആൺകുട്ടികളുടെ ജയിലറയാണ്, അവിടുത്തെ ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന നിലപാട് അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയിപ്പിക്കാനുള്ള സാമാന്യ ബാധ്യത ഈ BJP നേതാക്കന്മാർക്കുണ്ടല്ലോ. അപ്പോൾ ഇവർ പറയുന്ന വിശ്വാസ സംരക്ഷണവും ഭക്തിയുമൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? ശാസ്തമംഗലത്തെ വോട്ടർമാരെന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ ഒരു വലിയ ഘടകമാണ്. അത് ഏത് മതത്തിലായാലും, അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ധാരാളമുള്ള ഇടം. അപ്പോൾ എല്ലാവരും വിശ്വാസത്തെയൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. അവിടെ കഴിഞ്ഞ തവണ BJP-യുടെ സ്ഥാനാർത്ഥി വിജയിച്ചതുപോലും അദ്ദേഹം NSS-ൻ്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും ഒക്കെ ഭാരവാഹിയായിരുന്നു എന്നുള്ള ഒരു മികവ് കൂടിക്കൊണ്ടാണ്. അതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ആ വാർഡിൻ്റെ ഒരു സ്ട്രക്ചർ ഈ വിശ്വാസികളുടെ വോട്ട് നിർണായകമാകുന്ന ഒരിടമാണ് എന്നുള്ള തരത്തിൽ തന്നെ ഉള്ളപ്പോൾ ഈ പഴയ DGP മേഡം വിശ്വാസത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് ആറ്റുകാലിൽ നടക്കുന്നത് ദുരാചാരമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിനെതിരായി പടവാൾ ഉയർത്തിയ ആളാണ്. എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ട് കളയുമെന്നാണ് പറഞ്ഞത്, രക്ഷകർത്താക്കളെയും അതിൻ്റെ സംഘാടകരെയും ഒക്കെ. അങ്ങനെ പറഞ്ഞ ആ മേഡത്തെ BJP-കാർ ചുമന്നു കൊണ്ടുവന്ന് ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ അല്പമെങ്കിലും ആത്മാഭിമാന ബോധം ബാക്കിയുള്ള BJP-കാർ അവർ വോട്ട് ചെയ്യാൻ തയ്യാറാകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് ഭരണം കിട്ടിയാൽ VV രാജേഷിനെ എങ്ങനെയെങ്കിലും വെട്ടിത്തള്ളി ഞങ്ങളുടെ സ്വന്തം ആളിനെ ഇവിടെ മേയറാക്കണം എന്ന നിലയിൽ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി S സുരേഷിനുമൊക്കെ ഒരു തുറുപ്പ് ചീട്ടാണ് ശ്രീലേഖ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശ്രീലേഖ. ഇത് ജനറൽ ആണ് എങ്കിൽ പോലും ശ്രീലേഖയെ അവർ ഉയർത്തിക്കാട്ടുന്നത്, അവർ ശാസ്തമംഗലത്ത് പ്രതിഷ്ഠിക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലാണ്. VV രാജേഷിനെ വെട്ടുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അതിനകത്തുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ BJP-ക്ക് സാധിക്കുമോ? ആത്മാഭിമാനമുള്ള BJP-കാർക്ക് ഈ ആചാരത്തെ എതിർത്ത് സംസാരിച്ച ആറ്റുകാലിലെ കുത്തിയോട്ട വ്രതം ജയിലറയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് എന്ന് പറഞ്ഞ, ആ ആചാരം നിർത്തലാക്കണം എന്ന് പറഞ്ഞ ഒരു വനിതയെ അംഗീകരിക്കാൻ അവർ മാപ്പെങ്കിലും, ചുരുങ്ങിയ പക്ഷം മാപ്പെങ്കിലും പറയാതെ അവർക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങാനെങ്കിലും ഏതെങ്കിലും BJP-കാരൻ മുന്നോട്ട് വന്നാൽ അയാൾ കപട വിശ്വാസ സംരക്ഷകൻ എന്ന് മുദ്ര കുത്തപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് BJP-കാരുടെ ഈ ഭക്തിയും ഈ വിശ്വാസ സംരക്ഷണവും ഒക്കെ കേരളീയ സമൂഹം വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ അത് അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച ശാസ്തമംഗലത്തെ മുൻ DGP ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാകുന്നുണ്ട്. സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന വേളയിൽ പാട്ടുപാടി അതിന് പിന്നാലെ നമ്മളോട് പണം യാചിച്ച്
ആ വിധത്തിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആണും പെണ്ണും കുട്ടികളും ഒക്കെയായി. അവർ ഏത് ഭാഷയിലെ പാട്ടാണ് പാടുന്നതെന്നോ, ഏതു നായകൻ്റെ പാട്ടാണ് പാടുന്നതെന്നോ, ഏത് ഗായകൻ്റെ ഗായികയുടെ പാട്ടാണ് പാടുന്നതെന്നോ ഒന്നും നമ്മൾ സാധാരണ അന്വേഷിക്കാറില്ല. സംഘികളുടെ വന്ദേ ഭാരതിലെ ഗണഗീതത്തെയും ആ ഗണത്തിൽ കൂട്ടിയാൽ മതി. കേരളത്തിൽ വോട്ട് യാചിക്കുന്നതിന് വേണ്ടി അവർ ഒരു പാട്ട് കലാപരിപാടി അവതരിപ്പിച്ചു. അത് കുറേ കുട്ടികളെ കൊണ്ടാണ് എന്നു മാത്രം. ഇതാദ്യമായല്ല വന്ദേ ഭാരതിനകത്ത് ഇവർ ഗണഗീതം പാടുന്നത്. നേരത്തെ വന്ദേ ഭാരത് കേരളത്തിൽ തുടങ്ങിയ വേളയിലും ഇതുപോലെ ഏതോ ബോഗിയിലിരുന്ന് കുറേ സംഘി കുഞ്ഞുങ്ങൾ ഗണഗീതം ആലപിച്ചിരുന്നു. അത് ചില സംഘി ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അന്നെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോഴതിന് ദക്ഷിണ റെയിൽവേ തന്നെ ഒരു പ്രചാരണം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് വലിയ ചർച്ചയായി മാറുന്നത്. യഥാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമേയില്ല. പരമമണ്ടന്മാരായ കേരളത്തിലെ BJP-ക്കാരുടെ ആ മണ്ടത്തരം നിറഞ്ഞ തലയിൽ ഉദിച്ച ഒരു കാഞ്ഞ ബുദ്ധി മാത്രമാണത്. വന്ദേ ഭാരതിനകത്ത് ഗണഗീതം പാടിയതുകൊണ്ട് കേരളത്തിൽ BJP-ക്ക് വേരുറപ്പിക്കാമെന്ന് ഈ രാജീവ് ചന്ദ്രശേഖരനും കൂട്ടുകാർക്കുമൊക്കെ ആരാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് എന്നതാണ് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും മതേതരത്വ സ്വഭാവം നിലനിർത്തുന്ന കേരളം, ആ കേരളത്തിൽ RSSൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം ചില വില്ലാളി വീരന്മാരൊക്കെ മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളൊക്കെ വന്ന് ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട്, ആ ഗണഗീതത്തിലെ ഒരു വരി മോശമായിട്ടുള്ളത് പറഞ്ഞു തരൂ എന്ന്. RSSൻ്റെ ശാഖയിൽ പാടുന്നതാണല്ലോ ആ പാട്ട്. അതിനകത്ത് ഈ മഹാന്മാർക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടോ? RSSൻ്റെ ശാഖയിൽ പാടുന്ന ഒന്നിനെ, RSSൻ്റെ ഗണഗീതമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ ഇന്ത്യയുടെ റെയിൽവേ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു തീവണ്ടി സർവീസ് ആരംഭിക്കുമ്പോൾ അതിനകത്ത് അത് ആലപിക്കാൻ അനുവാദം കൊടുക്കുക, അതിനൊരു ഔദ്യോഗിക പരിവേഷം ചാർത്തി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഈ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പോലും BJP ഒരു വലിയ നാടകം കളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാർ അതിശക്തമായി കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് ഒരു അതിവേഗ തീവണ്ടി സർവീസ് എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ ഉണ്ടാകണമെന്നുള്ളത്. അതൊക്കെ ഏതാണ്ട് തത്വത്തിൽ റെയിൽവേ അംഗീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വരുന്നു, ഒരു ഓൺലൈൻ യോഗം വിളിക്കുന്നു, ചില BJP നേതാക്കന്മാരെയൊക്കെ അതിൽ പങ്കാളികളാക്കുന്നു, BJP-യുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങളത് ചെയ്യുന്നു എന്ന മട്ടിൽ അതിനെ മാറ്റി തീർക്കുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സ്വർഗമാക്കി മാറ്റാമല്ലോ. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതാ BJP നേതാക്കളെ കാരണം ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ പോകുന്നു എന്ന് പറയാമല്ലോ. ഇല്ലെന്നേ, ഇതൊക്കെ ഇവിടുത്തെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. എന്നിട്ട് നന്ദി മോദി എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കും.